ടി ജി വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം. ഉദ്ധവ് താക്കറയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ബി ജെ പിക്ക് മൂന്നാമത്തൊരു ടേം കിട്ടിയാൽ ബി ജെ പി ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ആർ എസ് എസിനെ നിരോധിക്കലാണ്. നിരോധിച്ചോട്ടെ, ബി ജെ പിയോ നിരോധിച്ചോട്ടെ. ഇപ്പോൾ ആർ എസ് എസിനെ എത്രയോ തവണ നിരോധിച്ചിരിക്കും. ആർ എസ് എസിന് ഇതൊന്നും വിഷയമൊന്നുമല്ല. ഈ ഉദ്ധവ് താക്കറെ അവിടെ അധികാരത്തിലിരുന്നതല്ലേ. കുറഞ്ഞ പക്ഷം മഹാരാഷ്ട്രയിൽ ഇത് നിരോധിച്ച് കാണിക്കരുതായിരുന്നു. ബി ജെ പി മൂന്നാം വട്ടം അധികാരത്തിൽ വന്നിട്ട് അവർ നിരോധിക്കുമെന്ന് പറഞ്ഞ് ഇയാൾ നോക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ നിരോധിക്കുന്ന പോലെ ബി ജെ പി നിരോധിക്കാൻ പറ്റുമോ? ആ നിരോധിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ നിരോധിക്കാം. ബി ജെ പി ആർ എസും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? ബന്ധമുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് നിരോധിക്കാൻ അവകാശമുണ്ട്. നിരോധിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാകും. ആർ എസ് എസിന് ഒരു നിരോധനത്തെയും പേടിയൊന്നുമില്ല. 4-5 നിരോധനം കഴിഞ്ഞിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. അല്ല, ഉദ്ധവ് ഇങ്ങനെ പറയുന്നത് എന്താ കാര്യം? അങ്ങേർക്കറിയാം. അങ്ങേര് അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ലല്ലോ. നദ്ദയുടെ ഒരു പ്രസംഗം എന്താണ്? ബി ജെ പിയുടെ സപ്പോർട്ട്, ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ സഹായം ഒന്നും വേണമെന്നില്ല. സന്തോഷം. അതാണ് ഐഡിയൽ പ്രവർത്തനം. ഐഡിയൽ പ്രവർത്തനം അതാണ്. ഞാൻ കഴിഞ്ഞ തവണ സുനിലിനോട് പറഞ്ഞില്ലേ, സൂര്യന് ചുറ്റും അന്യോന്യം തട്ടാതെയും മുട്ടാതെയും കറങ്ങുന്ന ഗ്രഹങ്ങൾ. അതിലൊന്നാണ് ബി ജെ പി. സൂര്യനാണ് ആർ എസ് എസ്. ബി ജെ പി ഇഫ് ദേ ഫീൽ ദാറ്റ് വി ഡോണ്ട് നീഡ് എനി ഹെൽപ്പ് ഫ്രം ആർ എസ് എസ്, വെൽ, നല്ല കാര്യം. യു ടേക്ക് ബി എം എസ്. ബി എം എസ് ആർ എസ് എസിൻ്റെ എന്ത് സപ്പോർട്ടോടെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ ഐഡിയോളജിക്കൽ ഒരു ബന്ധമല്ല, ഐഡിയോളജിക്കലല്ല, ഫിലസോഫിക്കൽ ബന്ധമാണ്. ധാരാളം ആർ എസ് എസ്സുകാർ ബി എം എസിലുണ്ട്, ധാരാളം ആർ എസ് എസ്സുകാർ ബി ജെ പിയിലുണ്ട്, ആർ എസ് എസ്സുകാരല്ലാത്തവരുമുണ്ട്. അതാണ് ബി ജെ പിയുടെ ഷേപ്പ്. അതാണ്. ഇപ്പോൾ ബി ജെ പി പറയുന്നു, എനിക്ക് നിങ്ങൾ പ്രത്യേക എഫർട്ടൊന്നും വേണ്ട, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആയിക്കഴിഞ്ഞു. നല്ല കാര്യം. ആർ എസ് എസിനും വലിയ ആശ്വാസം. അതെല്ലാ സ്ഥലത്തും ഒന്നും ആയിട്ടില്ല കേട്ടോ. ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെ ആയിക്കഴിഞ്ഞു. കേരളത്തിൽ ബി ജെ പി ഈസ് ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ആർ എസ് എസ്. ആർ എസ് എസ് ഒരു നോൺ പൊളിറ്റിക്കൽ സംഘടനയാണ്. ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഈവൻ ദ മെമ്പേഴ്സ് ഓഫ് ആർ എസ് എസ്. നോൺ പൊളിറ്റിക്കലാണ് ആർ എസ് എസ്. ബട്ട് ഒരു സംഘപരിവാറിൽപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സംഘടന എന്നുള്ള നിലയ്ക്ക്, ഒരു ഫ്രണ്ട്ലി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അതാണ് രാഷ്ട്രത്തിന് നല്ലതെന്നും ആർ എസ് എസ് കരുതുന്നു. ഇതിലപ്പുറം ബി ജെ പിയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, മണ്ഡലം പ്രസിഡൻറ്റിനെ മാറ്റുക, പിടിക്കുക, ഇത്തരം കാര്യങ്ങളിലൊന്നും ആർ എസ് എസ് ഇടപെടാറില്ല. ഇനി ചോദിച്ചു എന്ന് വെച്ചോ, ഇപ്പോൾ സുനിലിനെ വയ്ക്കണോ മോഹൻദാസിനെ വയ്ക്കണോ? സുനിലല്ലേ കുറച്ചുകൂടെ ചെറുപ്പം, രണ്ടുപേരും മിടുക്കന്മാരാണ്. പക്ഷേ മറ്റേ പുള്ളി വയസ്സായി, വടിയൊക്കെ കുത്തി, ഇനിയിപ്പോൾ എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ സുനിലിനെ ഇങ്ങനെ പറയും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അവസാനം അവർ വയ്ക്കുമ്പോൾ സുനിലിനെ വയ്ക്കാതെ തന്നെ വയ്ക്കും. ഞങ്ങൾ സുനിലിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മോഹൻദാസിനെ വെച്ചോന്ന് ആരും വഴക്കിനൊന്നും പോകില്ല. ശരി, അവരൊരു ഡിസിഷൻ എടുത്തു. ചേട്ടാ ആരെ വേണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. ഇതാണ് ബി ജെ പി ആർ എസ് എസ് ബന്ധം. അല്ല, ബി ജെ പിയുടെ രൂപീകരണത്തിൽ സംഘത്തിന് ആർ എസ് എസിന് പങ്കൊന്നുമില്ലേ? തുടക്കത്തിൽ ഗോൾവൽക്കർ വാസ് ബേസിക്കലി നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്സ് ഇല്ലാതെ തന്നെ പോകണം എന്നുള്ളതായിരുന്നു ഗോൾവൽക്കറുടെ ആവശ്യം. ഈ ശ്യാമപ്രസാദ് മുഖർജി വന്ന് കണ്ട് നിർബന്ധിച്ചപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ഫൈനലി പറഞ്ഞു, നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ വർക്കേഴ്സുണ്ട്, ഒരു 6-7 പേരെ എനിക്ക് താ, ഞാനത് വെച്ച് ഇത് ഭാരതീയ ജനസംഘം തുറന്ന് മുന്നോട്ട് പോയിക്കോളാം. കൂടെയുള്ളവരും ഒക്കെ അതിന് അനുകൂലമായിരുന്നു. അപ്പോൾ ഗുരുജി നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമാണെങ്കിൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെയാണ് ദീനദയാൽ ഉപാധ്യായ, ജെ പി മാഥൂർ, എൽ കെ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ ആർ എസ് എസ് പ്രചാരകന്മാരെ ഈ മുഖർജിയുടെ ഡിസ്പോസൽ കൊടുത്തതായിരിക്കുന്നു ആൾക്കാർ. ഇനി എന്നെ ഒരു കാര്യത്തിനും കൺസൾട്ട് ചെയ്യരുത്, ചോദിക്കരുത്, പറയരുത്. ഹി ഹാസ് നെവർ ഇൻ്റർഫിയർഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ഭാരതീയ ജനസംഘ്. ദീനദയാൽ ഉപാധ്യായ നമ്മുടെ മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, വട്ടെവർ ഇറ്റ് ഈസ്, അതിൻ്റെ രഹസ്യം ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. അതിനുശേഷം ആര് പ്രസിഡൻ്റ് ആവണം എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോഴും ഗോൾവൽക്കർ ഇടപെട്ടില്ല, ഒരക്ഷരം വേണ്ടിയില്ല, നിങ്ങളുടെ കാര്യം. ഒടുവിൽ അത്
വാജ്പേയി പ്രസിഡൻ്റായി. ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് ലയിക്കാൻ തീരുമാനിച്ചു ജനതാ പാർട്ടിയിൽ. ശരി, അവർ ലയിച്ചു. RSS ഡിഡിൻ ഡു എനിത്തിങ്. നിങ്ങളിപ്പോൾ പ്രത്യേകം നിൽക്കാത്തത് ഒന്നും ചോദിച്ചില്ല. ശരി, നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നു, ലയിച്ചു. BJP ജനസംഘത്തിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതെയായി, ജനതാ പാർട്ടിയായി. ജനതാ പാർട്ടി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സോഷ്യലിസ്റ്റിലെ കുറേ അധികം പേർക്ക് പീലു മോദി, രാജ്നാരായൺ, ഇവർക്കൊക്കെ ചൊറിച്ചു തുടങ്ങി. RSS ആയിട്ട് തുടരുകയും അതേസമയം ജനതാ പാർട്ടിയിൽ തുടരുകയും ചെയ്യുന്നത് ശരിയല്ല, ദ്വയാംഗത്വം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി. അവസാനം ഇവർ ടഫായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു. ഞങ്ങൾ RSS വിടുന്ന പ്രശ്നമില്ല, വേണമെങ്കിൽ ജനതാ പാർട്ടി വിട്ടേക്കാം, നാം പൊക്കോന്നു. ഇവർ പുറത്തിറങ്ങി BJP ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ഗോൾവൽക്കർ മരിച്ചു കഴിഞ്ഞു. പിന്നീട് ബാലാ സാഹിബ് ദേവറസ് ആയിരുന്നു. BJP മുന്നോട്ട് പോയി. ആഫ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ മരണം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് 1984 ഒക്ടോബറിലാണ് അവർക്ക് വെടിയേൽക്കുന്നത്. ഇമ്മീഡിയറ്റ് ഇൻ്ററിം പ്രൈം മിനിസ്റ്ററായിട്ട് രാജീവ് ഗാന്ധി വരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. രാജീവ് ഗാന്ധി ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. BJPക്ക് 2 സീറ്റായിട്ട് മാറുന്നു. അന്ന് RSS കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു, പരസ്യമായിട്ടല്ല. ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിരുന്നു. പ്രൈം മിനിസ്റ്റർ മരിച്ച സ്ഥിതിക്ക് അതിനുള്ള ശരിയായ മറുപടി എന്ന് പറയുന്നത് രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് തീവ്രവാദികൾക്കെതിരെ അവരുടെ തന്നെ പാർട്ടിയെ, ഇന്ദിരാഗാന്ധിയുടെ തന്നെ പാർട്ടിയെ ജയിപ്പിക്കുക. ഇതാണ് നാഷണൽ കാഴ്ചപ്പാട്. BJP ഇൻക്ലൂഡിങ് അടൽജി പറഞ്ഞു അതല്ല. 10,000-4,000 സിഖുകാരെ കൊന്നു. 2 സിഖുകാർ ഈ പോക്കൃത്തരം കാണിച്ചതിന് സിഖ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ വെട്ടിക്കൊല്ലുക, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. കംവാട്ട് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പ്രധാനമന്ത്രിയെ കൊന്നത് തെറ്റ് തന്നെയാണ്, പക്ഷേ എന്ന് വെച്ച് ഈ സമുദായത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ദേ വേർ റെഡ്യൂസ് ടു 2 സീറ്റ്സ്. 2 സീറ്റ് എവിടെ? ഉത്തരേന്ത്യ കംപ്ലീറ്റ് വൈപ്ഡ് ഔട്ടായിപ്പോയി. ഗുജറാത്തിൽ 1 സീറ്റ്, ആന്ധ്രയിൽ 1 സീറ്റ്. ഇതാണ് 2 സീറ്റ്. വേറെ UP, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ് എല്ലാം വൈപ്ഡ് ഔട്ട്. BJPക്ക് അഡ്രസ് ഇല്ലാതെ പോയി. വൈ? ബിക്കോസ് RSSൻ്റെ വെയിറ്റ് ഇപ്പുറത്തായിരുന്നു. RSS പബ്ലിക്കായിട്ട് BJP തള്ളിപ്പറയാനോ വഴക്കിനോ ഒന്നും പോയിട്ടില്ല. ബട്ട് ദേ വെർ ഇൻ 2 മൈൻഡ്സ് വാട്ട് ടു ഡു. RSS വാസ് വെരി ക്ലിയർ ഇൻ ദിസ് വേ, BJP in this way. BJP was reduced to 2. They understood what happens if RSS doesn't support you. BJP വല്ലാത്ത പരിങ്ങലിലായി. ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലമൊക്കെ നടന്നു. പിന്നീട് BJPക്ക് ഗതി പിടിക്കാൻ തുടങ്ങിയത് താങ്ക്സ് ടു വിശ്വ ഹിന്ദു പരിഷത്ത്, രാമജന്മഭൂമി അജിറ്റേഷൻ. ആ അജിറ്റേഷൻ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ 1989 BJPയുടെ പാലൻപൂർ സമ്മേളനം, ദേശീയ സമ്മേളനം. ആ സമ്മേളനത്തിൽ there were arguments. ഇറ്റ് ഈസ് ഓൾ അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. ഞാനെന്തെങ്കിലും രഹസ്യം സുനിലിനടുത്ത് വെളിപ്പെടുത്തുന്നതല്ല. ഇറ്റ് ഈസ് ദെയർ ഇൻ പബ്ലിക് ഡൊമൈൻ. 89 പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്കകത്ത് വലിയ ചർച്ച നടന്നു. രാമജന്മഭൂമി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അമ്പലത്തിൻ്റെ പ്രശ്നമാണ്, ഹിന്ദു മതവിശ്വാസികളുടെ പ്രശ്നമാണ്. അത് മാത്രം BJP ഏറ്റെടുക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു ഒരു ഭാഗം. മറ്റേ ഭാഗം ആർഗ്യൂ ചെയ്തു രാമജന്മഭൂമി ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമില്ല, അതും ഉണ്ട് അതിനകത്ത്. ബട്ട് അതൊരു രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കണം. ഈ വാദത്തിന് പ്രാബല്യം കിട്ടി. അങ്ങനെ രാമജന്മഭൂമി ഏറ്റെടുക്കാൻ BJP തയ്യാറായി. തുടർന്നാണ് അദ്വാനിയുടെ രഥയാത്രയും. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി, വി നോ. BJP ബൗൺസ് ബാക്ക് ഇൻ ദ പൊളിറ്റിക്കൽ അറേന. ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന BJP ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. BMS സ്വന്തം കാലിലാണ് നിൽക്കുന്നത്, വിശ്വ ഹിന്ദു പരിഷത്ത് സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. എത്രയോ സംഘടനകൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരുണ്ട് സംഘപരിവാറിൽ. RSSുമായിട്ട് ഒരു പൊക്കിൾക്കൊടി ബന്ധം അവർക്കുണ്ട്. RSSൻ്റെ ബൈഠക്കിൽ അവരെയും വിളിക്കും. RSSൻ്റെ ഒരു സംഘടനാ സെക്രട്ടറി BMSലും BJPയിലും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ BJPയിൽ BL സന്തോഷമുള്ളതുപോലെ
കേരളത്തിൽ സുഭാഷ്ജി ഉള്ളതുപോലെ എല്ലാ സംസ്ഥാനത്തും കേന്ദ്രത്തിലും RSSൻ്റെ സംഘടനാ സെക്രട്ടറി ഉണ്ടാവും. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ ഒരു ഫീഡ്ബാക്ക്. ദേ നീഡ് സം ഹെൽപ്പ്. ഈ മനുഷ്യനാണ് ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ അവർ മറിയും മറിഞ്ഞുമൊക്കെ വരുന്ന നേരത്തെ രാംലാലായിരുന്നു BJPയിലെ കണക്റ്റിംഗ് പോയിൻറ്റ്, ഓർഗനൈസിങ് സെക്രട്ടറി. പിന്നെ V സതീഷായി, ഇപ്പോൾ BL സന്തോഷാണ്. സോ ദാറ്റ് സിസ്റ്റം ഈസ് വർക്കിംഗ് ബ്യൂട്ടിഫുള്ളി. സോ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് BJP RSSൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിയാൽ RSSന് അത്രയും ആശ്വാസമാകും. നിങ്ങൾ നോൺ പൊളിറ്റിക്കലാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ അത് കാണണ്ടേ. ഇപ്പോൾ ഒരു RSSകാരൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് വോട്ട് ചോദിക്കാൻ നടക്കുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവർക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ BJPയാണ് ഇങ്ങനെ തോന്നുമല്ല. ഈ ഉള്ളിലല്ല പുറത്ത് തന്നെ BJPയാണ്. പക്ഷേ ഇത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വൈ വി ആർ സപ്പോർട്ടിങ് BJP? ബിക്കോസ് ദാറ്റ് ഈസ് ദ ഓൺലി നാഷണൽ പാർട്ടി അക്കോർഡിംഗ് ടു us. നോട്ട് ബിക്കോസ് വി വാണ്ട് പവർ, മിയർലി ബിക്കോസ് പൊളിറ്റിക്സ്. ഞാൻ പറയുമ്പോഴല്ലോ RSS നോൺ പൊളിറ്റിക്കലാണ്, അപ്പൊളിറ്റിക്കലല്ല. അപ്പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സുമായിട്ട് അവിടെ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല, ഇതാണ് അപ്പൊളിറ്റിക്കൽ. നോൺ പൊളിറ്റിക്കൽ അങ്ങനെയല്ല. പൊളിറ്റിക്സിൽ ഞാൻ ഇടപെടുന്നില്ല, ബട്ട് ഐ വിൽ കീൻലി വാച്ച് വാട്ട് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ പൊളിറ്റിക്സ്. മാത്രമല്ല പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത നോക്കും, എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി ഓർ ഫിലോസഫി. ഇത് അദ്വാനി പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്. കുടിവെള്ള വിതരണം, റോഡ്, ശുദ്ധവായു, പരിസ്ഥിതി സംരക്ഷണം, ഇതിലൊക്കെ ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ ഇതൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവർക്കും ആവശ്യമാണ്. ഐഡിയോളജി ഇല്ലാതെയും പൊളിറ്റിക്സ് നടത്താം, അധികാരം പിടിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ. വാട്ട് ഈസ് ഹിസ് ഐഡിയോളജി? നോ ഐഡിയോളജി. ഐഡിയോളജി ഇല്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഐഡിയോളജി. ആൻഡ് അവർ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. കീപ്പസ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രവൃത്തി, അറസ്റ്റ്, അതൊക്കെ നിൽക്കട്ടെ. ലുക്ക് അറ്റ് ദാറ്റ് പാർട്ടി, ദേ ഹാവ് നോ ഐഡിയോളജി. അവർ വെറും സിവിക് കമ്മ്യൂണിറ്റീസിൻ്റെ പുറത്താണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഓട വൃത്തിയാക്കുക, മൊഹല്ല ക്ലിനിക്ക് നടത്തുക, പള്ളിക്കൂടം നടത്തുക, ഇത് ചെയ്തില്ലെന്നൊക്കെയുള്ള വേറെ കാര്യം. അവരുടെ അജണ്ട മുഴുവൻ ഈ സിവിക് കമ്മ്യൂണിറ്റീസാണ്. അതർവൈസ് വേറെ ഒന്നുമില്ല. ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്മ്യൂണിസം, സോഷ്യലിസം, ഈ വക കാര്യങ്ങളൊന്നും തന്നെ അവർ പറയുന്നില്ല. അവർ ജനങ്ങളുടെ സാധാരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആൻഡ് ദേ ആർ റൂളിങ് 2 സ്റ്റേറ്റ്സ്. വൺ ഈസ് ഡൽഹി ആൻഡ് വൺ ഈസ് പഞ്ചാബ്. ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ TG പറഞ്ഞു, ഈ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം RSSൻ്റെ ഒരു വെയിറ്റ് കോൺഗ്രസിന് അനുകൂലമായിരുന്നു. BJPക്ക് 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെ BJPക്ക് RSSൻ്റെ സഹായം വേണ്ട എന്ന നിലപാട് എടുത്താൽ RSSൻ്റെ വെയിറ്റ് BJPക്കെതിരായി മാറില്ലേ? മാറണമെന്നില്ല. കാരണം ഈ RSSന് എതിരായ ഒരു നിലപാട് നദ്ദ എടുത്തിട്ടില്ല. അവരുടെ സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്, ഇതാണ് നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ വഴക്കൊന്നുമില്ല. ഐ വാസ് ഡിപ്പെൻഡിങ്. മാസം 3000 രൂപ വെച്ച് സുനിലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ സുനിലിനോട് പറയുന്നു, സുനിലെ ഇപ്പോൾ എനിക്ക് കുറച്ച് വരുമാനമൊക്കെ ആയി, ഇനിയിപ്പോൾ എനിക്ക് കാശ് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനും സുനിലും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ ദൃഢമാകുകയാണ് ചെയ്യുന്നത്. സുനിൽ യോഗിയാണ് സത്യസന്ധനാണ് കേട്ടോ, അങ്ങനെ കുറേശ്ശെ വരുമാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ സഹായം വേണ്ടെന്ന് സന്തോഷം എന്ന് പറയും. കൊടുത്ത കാശോ അത് പോട്ടെ, അതങ്ങനെ ജീവിക്കാൻ വേണ്ടി അറിഞ്ഞു കൊടുത്തതാണ്. അല്ല അതിന് തിരിച്ചു മേടിക്കുക അതില്ല. അങ്ങനെ തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ഇല്ലാതെ പോകും. അതെ, വഷളായി പോകും. സോ യു ആർ ഹാപ്പി, ഐ എം ഹാപ്പി. സുനിലിനും സന്തോഷം. ഒരു ക്രൈസിസിൽ ഞാൻ അയാളെ സഹായിച്ചു. ക്രൈസിസ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നന്ദി, വലിയ സന്തോഷം, നല്ല മനുഷ്യനാണ്. അപ്പോൾ ഈ BJP നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട ചേട്ടാ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നിശ്വാസം വിടുന്നത് RSS ആയിരിക്കും. വലിയ ഭാരം ഒഴിഞ്ഞു, ഇനി ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഓർഗനൈസിങ് സെക്രട്ടറി ഉണ്ട് എന്തെങ്കിലും അത് നദ്ദ ഇത് പറയുമ്പോൾ പോലും നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ ആയിട്ടില്ല. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ഇൻ്റർവ്യൂവിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുത്തതാണ്. കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല ഇപ്പോഴും. ഫാക്റ്റാണ്, നമ്മൾ കാണാവുന്നതാണല്ല. അപ്പോൾ ബട്ട് ബൈ ആൻഡ് ലാർജ് വി ആർ സെൽഫ് സഫീഷ്യൻറ്റ് എന്ന് നദ്ദ പറഞ്ഞതിലൂടെ നദ്ദ ഒരു പോസിറ്റീവ് മെസ്സേജാണ്
RSSന് ഒരു കൊടുത്തിട്ടുള്ള വളർച്ചയുടെ സൈനാണ് അല്ലേ? അതെ, വളർച്ചയുടെയും കരുത്തിൻ്റെയും. വളരുന്നത് എപ്പോഴും കരുത്തിൻ്റെ ലക്ഷണമല്ല. ഡെവലപ്മെൻറ്റും ഗ്രോത്തും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഗ്രോത്ത് പലപ്പോഴും നല്ലതായിരിക്കില്ല. നമുക്ക് ഇവിടെ ഒരു കുരു ഉണ്ടായത് വലുതായി ഗ്രോത്താണ് വലുതായി വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡെവലപ്മെൻറ്റ്, ഇറ്റ്സ് എ ഗ്രോത്ത്. അരിമ്പാറയൊക്കെ ഇങ്ങനെ വലുതായി വരുന്നതാണ്. അപ്പോൾ അത് ഗ്രോത്ത് അല്ല, BJP ഡെവലപ്ഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് BJP ഗ്രൂ, BJP ഡെവലപ്ഡ്. കോംപ്രഹെൻസീവ് ഡെവലപ്മെൻ്റ് ഉണ്ടായി. അതായത് നദ്ദയുടെ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ RSSനെ സന്തോഷിപ്പിക്കുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഉദ്ധവ് താക്കറെ ഇതിനകത്തൊന്ന് അടുത്ത ബൈഠക്കിൽ നദ്ദയെ കാണുമ്പോൾ മോഹൻജി ഭാഗവത് പറയും, ആ ഏ ആകെ ആ സെൽഫ് സഫീഷ്യൻ വാല ചിരിക്കും. അപ്പം നദ്ദ പറയുന്നത്, എന്നെ കളിയാക്കരുത്, ഞാനത് പറഞ്ഞു. ഇല്ല ഞങ്ങളത് റിയൽ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഉദ്ധവ് താക്കറെ ഒന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയതാണ്. തെരഞ്ഞെടുപ്പല്ലേ, എന്തെങ്കിലുമൊക്കെ ഗുണ്ട് അങ്ങനെ അടിക്കും. ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നും ആവാം. രണ്ടോട്ട് വളരെ വാല്യുബിളാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. കാരണം ഇത് കേട്ട് പരിഭ്രമിച്ച RSSകാരും ഉണ്ടാകും. BJP നമ്മളെ തള്ളി പറഞ്ഞു, അന്നാ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർക്ക് ദേഷ്യം എന്നൊന്നും വയ്ക്കുക. രണ്ടോട്ട് മറിഞ്ഞല്ലോ. അതെ അതെ. അപ്പം അത് സ്വാഭാവികമാണ്. ഉദ്ധവ് താക്കറെ അത് ചെയ്തോട്ടെ. അല്ല, നമ്മുടെ ചില പ്രേക്ഷകരും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇതേക്കുറിച്ച് നിങ്ങൾ TG ആയിട്ടൊന്ന് സംസാരിക്കണം, ഒരു ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, ഇത് പ്രേക്ഷകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതുണ്ടല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് പാരഡൈം മനസ്സിൽ നിന്നെടുത്ത് മാറ്റുക. എല്ലാ സാധനവും കമ്മ്യൂണിസത്തിൻ്റെ പ്രിസത്തിലൂടെ നോക്കുന്നു. അത് അപ്പോൾ ഒക്കുന്നില്ല, പക്ഷേ ഇതിങ്ങനെ ശരിയാവും എന്നൊക്കെ. അതല്ല ശരി. ആ പ്രിസം മാറ്റിയിട്ട് കമ്മ്യൂണിസം മാറ്റിയിട്ടൊന്ന് നോക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് DYFI പോലെയാണ് BJPക്ക് RSS എന്ന് ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതല്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതെങ്ങനെ ശരിയാവും എന്നുവെച്ചാൽ പാർട്ടി ഈസ് സുപ്രീം. അതെ അതെ. ഈ സൗരയൂഥത്തിൻ്റെ ലോജിക്ക് പറയുമ്പോഴാണ് അങ്ങനെ ഒരു റിലേഷൻ ആവാം അല്ലേ. നോബഡി ഈസ് ദ ബോസ്. സൗരയൂഥത്തിൻ്റെ ബോസ് സൂര്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ സൂര്യൻ ചുറ്റും ഇവർ കറങ്ങുന്നുമുണ്ട്. ഇവരില്ലാതെ സൂര്യൻ ആ പൊസിഷനിൽ നിൽക്കില്ല. അതെ. ഇവരുടെ വികർഷണവും ആകർഷണവും ഒക്കെ രണ്ടും ഉണ്ടല്ലോ. അതെ. അട്രാക്ഷനും ഡിസ്ട്രാക്ഷനും ഉണ്ട്. അതില്ലെങ്കിൽ ഇതെല്ലാം പല വഴിക്ക് പോകും. പരസ്പരം ഇവർ വികർഷിക്കുന്നുമുണ്ട്. എങ്കിലേ ആ പെർട്ടിക്കുലർ പാത്തിൽ കറങ്ങാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഗ്രഹണം എന്നൊക്കെ പറയുന്നത്. അവനെ മറിക്കാം, അവൻ്റെ നിഴൽ ഇവൻ്റെ പുറത്ത് വീഴും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഭൂമിയിൽ നമ്മൾ കാണുന്ന ഗ്രഹണങ്ങൾ, ചന്ദ്രനിൽ പോയാൽ വേറെ ഗ്രഹണങ്ങൾ കാണും, ചൊവ്വയിലോ ബുധനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഗ്രഹത്തിൻ്റെ നിഴലായിരിക്കും ഇതിൽ പതിക്കുന്നത്. അപ്പോൾ ഈ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതിക്കുന്നുണ്ട്, പക്ഷേ ഇവർ കൂട്ടിയിടിക്കുന്നില്ല പ്രപഞ്ചശക്തി കൊണ്ട്. ബട്ട് പ്രാക്ടിക്കലി മനുഷ്യശക്തിയിൽ എന്ത് ചെയ്യേണ്ടി വരും? യു നീഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ആളിരുന്നിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ഡിസ്റ്റൻസിൽ ഓടുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഡിസ്റ്റൻസ് കുറയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിയിടിക്കും മാറ് എന്ന് പറഞ്ഞിട്ട് മാറ്റേണ്ടി വരും. ഇത് ആളുകൾ ചെയ്യേണ്ടി വരും. മറ്റേത് പ്രപഞ്ചശക്തിയാണ്. അതെ അതെ. അതിൻ്റെ ഡൈനാമിക്സ് ഉണ്ട്. ഇതിനങ്ങനെയല്ല. വെളിയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സാധാരണക്കാരും അസാധാരണക്കാരും ഒക്കെ ചേർന്ന വലിയ ജനപ്രളയമാണ്. അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മനുഷ്യർ ഇറങ്ങി പ്രവർത്തിച്ച് തന്നെ അത് ചെയ്യണം. ഏതായാലും 2 ദിവസമായിട്ട് നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി TG പറഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് തൃപ്തിയായി കാണുമെന്ന് കരുതാം. ഐ ഡോണ്ട് നോ. അല്ല, അവരുടെ പ്രതികരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.